വളർന്നതിടയപ്പെണ്ണിൻ്റെ കൈത്തൊട്ടിലിൽ. വളർത്തിയതാരാ? ഒരു യശോദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാ. ആയൊരു പെൺകുട്ടിയാണ്? ഗോകുലത്തിലൊരു സ്ത്രീയാണ്. പ്രാണൻ കാത്തതു പെൺകൊലക്കൊടുമയാൽ. ജീവിതത്തിൽ ആദ്യം ചെയ്ത അഡ്വഞ്ചർ എന്താ? ഒരു പെണ്ണിനെ കൊല്ല, പൂതന എന്ന് പറഞ്ഞു. വിദ്യാലയം ഗോഗൃഹം. നല്ല എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസം ഏതാ? തൊഴുത്തിലാ, പശുക്കളെ മേച്ച ശീലം. അപ്പോൾ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടി. എന്താ ജോലി? ക്ഷോണീരംഭകളം വ്രജാങ്കരകൾ തഞ്ചാരത്വം ഉദ്യോഗം. കണ്ണി കണ്ട പെൺകുട്ടികളുടെ പുറകെ നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ദുസ്വഭാവമുള്ള ഒരുത്തനാണ് ഞാൻ എന്നാണ് എല്ലാവരും എന്നെക്കുറിച്ച് പറയണേ. എൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ആരും മനസ്സിലാക്കണില്ല. അസ്പഷ്ടവത്മനാം പുംസാം അലോകപഥമീയുഷാം. അതുകൊണ്ട് ലോകത്തിലുള്ള ആൾക്കാർ സാധാരണ എന്നെ ഇഷ്ടപ്പെടാറില്ല. രുക്മിണി, ഞാൻ ഒരു കാര്യം പറയട്ടെ. യയോരാത്മസമം വിത്തം ജന്മൈശ്വരാകൃതർഭവ തയോർ വിവാഹോ മൈത്രീച. വിവാഹം നടക്കുമ്പോഴേ ആത്മസമം, തനിക്ക് തുല്യനായിരിക്കുന്നതായിരിക്കണം പങ്കാളി. അത് വിവാഹവും അതെ, മൈത്രിയും അതെ. നൊത്തമാധമയോ കുച്ചിൽ. തന്നേക്കാൾ ഉയർന്നവരായിട്ടോ തന്നേക്കാൾ താഴ്ന്നവരായിട്ടോ ഉള്ള മൈത്രിയോ വിവാഹമോ പാടില്ല. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് യോജിച്ച രീതിയിൽ യയോ ആത്മസമം, ജന്മം കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, ആകൃതി കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, കുലമഹിമ കൊണ്ട് അങ്ങനെയായിരിക്കണം. വൈദർഭ്യേതത് അവിജ്ഞായ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നീ എന്നെ വരിച്ചത്. നീ ആരാ? രാജകുമാരി. ഞാനാരാ? ഗോപാലൻ. ജന്മം കൊണ്ടില്ല. നാമം എൻ്റെ പേരെന്താ? കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിക്കട്ടാന്നർത്ഥം. കറുത്തവൻ. കറുമ്പൻ എന്നാണ് എല്ലാവരും വിളിക്കുക. നിന്നെയോ രുക്മിണി എന്നാണ് വിളിക്കുക. പ്രകാശിക്കുന്ന രത്നം എന്നാ. അപ്പോൾ പേരിൻ്റെ കാര്യത്തിലില്ല, ജനനത്തിൻ്റെ കാര്യത്തിലില്ല. നീ രാജകുലത്തിൽ ജനിച്ചു, ഞാൻ ജയിലിൽ ജനിച്ചു. അപ്പോൾ നാമം കൊണ്ടോ രൂപം കൊണ്ടോ ഇല്ല. രൂപമാണെങ്കിലോ നിൻ്റെ രൂപം കണ്ടിട്ട് എത്രയോ രാജാക്കന്മാർ മോഹാലിസപ്പെട്ട് വീണു. ഇന്നലെ കണ്ടതാ. എന്നെ കണ്ടിട്ട് ഇതേവരെ ആരും മോഹാലിസപ്പെട്ട് വീണിട്ടില്ല. അപ്പോൾ നാമം കൊണ്ടോ രൂപം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നീ രാജകുമാരി, ഞാൻ ദരിദ്രൻ. ഭഗവാൻ പറയണു നിഷ്കിഞ്ചനാവയം. നിഷ്കിഞ്ചന എന്ന് പറഞ്ഞാൽ ദരിദ്രവാസി എന്നർത്ഥം പച്ച മലയാളത്തിൽ. അന്നന്ന് പാലത് ഉൽപ്പന്നങ്ങളും വിറ്റ് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന. ഒരു ദിവസം പാല് കിട്ടിയില്ലേ അന്ന് പട്ടിണിയാണ്. അപ്പോൾ വേലയില്ല, കൂലിയില്ല. എന്നാൽ കുടുംബത്ത് കാശുണ്ടോ? അതുമില്ല. നിഷ്കിഞ്ചന ജനപ്രിയ. എൻ്റെ ബന്ധുമിത്രാദികളാണെങ്കിലോ അവർ സമ്പത്തില്ലാത്തവരാ. ഇങ്ങനെ ജനനം കൊണ്ട്, കുലം കൊണ്ട്, രൂപം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, സ്വഭാവം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, ബന്ധുബലം കൊണ്ട്, എന്തുകൊണ്ട് നോക്കിയാലും നമ്മൾ തമ്മിൽ ഒരു തരത്തിലും യോജിപ്പില്ല. ഇത് മനസ്സിലാക്കാതെ വൈദർഭേദ അവിജ്ഞായ. ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് നീ എന്നെ വരിച്ചത്. നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിൽ യോജിപ്പില്ല എന്ന് അറിയാതെ നീ എന്നെ വരിച്ചു. എന്നാ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? തട്ടിപ്പറിച്ചുകൊണ്ട് വന്നത്? എൻ്റെ ലവ് ലെറ്റർ കിട്ടിയപ്പോഴേക്കും എന്നെ അപഹരിച്ചു കൊണ്ട് വന്നില്ലേ എന്നാണെങ്കിൽ അതിന് ഉത്തരവുണ്ട്. എന്തിനാ? നിൻ്റെ ഏട്ടനായ രുക്മി എൻ്റെ ശത്രുവാണ്. അതുപോലെ എൻ്റെ അച്ഛൻ പെങ്ങളുടെ പുത്രൻ ശിശുപാലൻ, രണ്ടുപേരും എൻ്റെ ശത്രുവാണ്. അപ്പം നിൻ്റെ ഏട്ടനായ രുക്മിയെയും ശിശുപാലനെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു വന്നതാ. അല്ലാണ്ട് നിന്നോടെനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. നിന്നോടെന്നല്ല, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമുള്ള ആ ക്ഷത്രിയകുമാരൻ്റെ കൂടെ നീ പൊക്കോളൂ. നിന്നെ മോഹിച്ച് ഒരുപാട് പേര് വന്നില്ലേ, അവരുടെ കൂടെ പൊക്കോളൂ. നീ പോയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. 16,107 സ്പെയർ നിൽക്കുന്നുണ്ട്. അവന് പ്രശ്നമില്ല. ഭജസ്വ ക്ഷത്രിയ ഋഷഭം. അതുകൊണ്ട് ഞാനും നീയും തമ്മിൽ ഒരു കാര്യത്തിൽ യോജിപ്പില്ല എന്നുള്ളത് കൊണ്ട് നീ ആരെ വേണമെങ്കിൽ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഇതേവരെ കേൾക്കാത്തതായ കാര്യമാണ് കേട്ടത്. ഭഗവാൻ ഇത്രയും കാലം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് രുക്മിണിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ശരീരം മുഴുവൻ വേർത്ത് കുളിച്ചു. കയ്യിൽ നിന്ന് വെഞ്ചാമരം വീണു. തലമുടിക്കെട്ട് അഴിഞ്ഞു. രംഭേവവായുവിഹത പ്രവികീര്യ കേശാൻ.
കാറ്റത്തൊടിച്ച് വീഴുന്ന വാഴ പോലെ മോഹാലസ്യപ്പെട്ട് വീണു. ഇത്രയും പ്രതീക്ഷയില്ല ഭഗവാൻ. താം ഉത്ഥാപ്യ ചതുർഭുജ, 4 കൈകൾ കൊണ്ടെടുത്തു. അതേവരെ 2 കൈകളുണ്ടായിരുന്ന ആ ഭഗവാന് ഇപ്പം 4 കൈകളായി രുക്മിണിയെ ഉയർത്താൻ. രുക്മിണിയെ എടുത്തു, കട്ടിലുമ കിടത്തി, ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. പ്രാമൃജൽ പത്മപാണിന, തൻ്റെ കൈകൾ കരാംബുജം കൊണ്ട് തലോടി, കവിളത്ത് തട്ടി, മുഖത്ത് വെള്ളം തളിച്ചു. രുക്മിണി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദാ ഭഗവാന്റെ മടിയിലാണ് കിടക്കണത്. ഭഗവാൻ പറഞ്ഞു, എൻ്റെ രുക്മിണി, നീ ഇത് തൊട്ടാപാടിയായോ? ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ എന്താ തിരിച്ചു പറയുക? നിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി ക്ഷേള്യ ആചരിതമംഗനെ, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലേ. നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം വന്നാൽ നിൻ്റെ മുഖം കാണാൻ നല്ല രസമാണ്. അപ്പോൾ എത്രത്തോളം നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്? എന്തായിരിക്കും നിൻ്റെ പ്രതികരണം? ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലേ. ചട്ടിയും കലമാകുമ്പോൾ മുട്ടിയും തട്ടിയിരിക്കില്ലേ?